ഭൂതപ്രേതങ്ങളുടെ വിശ്വാസങ്ങൾ, അതിഭയാനകമായ അനുഭവങ്ങൾ, മനസ്സിലുണ്ടാകുന്ന അന്ധവിശ്വാസങ്ങൾ ഇതെല്ലാം നമുക്ക് പരിചിതമാണ്. പലരും ഇത് അസംബന്ധമായ കാര്യങ്ങളായി കാണാം. പക്ഷേ ലോകമാകെ ഏറെയധികം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഭീതിജനകമായ അനുഭവങ്ങൾ അനുഭവിച്ചതായി വിവരിക്കുകയും ചിലർ പൂർണ്ണമായും അപ്രത്യക്ഷരാവുകയും ചിലർ മരണമടയുകയും ചെയ്തവയാണ്. അതിനിടയിലാണ് ചില ഗെയിമുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. കളിക്കാനായി തുടങ്ങിയ ചില പാരാനോർമൽ ഗെയിമുകൾ ഒരിക്കലും പിന്നിൽ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥകളിലേക്ക് ചിലരെ എത്തിച്ചു. ഈ ഗെയിമുകൾ പരസ്യമായി ഇന്റർനെറ്റിൽ പ്രചരിക്കുകയും ചിലപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയായി പോവുകയും ചെയ്തിട്ടുള്ളവയാണ്. എന്നാൽ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് സംഭവിച്ചുവെന്ന് പറയുന്ന കാര്യങ്ങൾ അതിവൈരുദ്ധ്യങ്ങളാണ്. എന്നാൽ ചില കളികൾക്കൊപ്പം ഉണ്ടായിട്ടുള്ള ദുസ്വപ്നങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ, അപരിചിത ശബ്ദങ്ങൾ, കാറ്റില്ലായ്മയിലും കവിളിൽ തട്ടിപ്പോകുന്ന കാറ്റു പോലുള്ളതും നമ്മെ ഈ ലോകത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് തിരിയണോ എന്ന ചിന്തയിലേക്ക് നയിക്കുന്നു. ഈ ഗെയിമുകൾ പലരും കുട്ടികൾ പോലെ കളിച്ചു തുടങ്ങി. പക്ഷേ അവസാനിച്ചത് ആക്ഷേപണീയമായ ഹൃദയഭേദകമായ അനുഭവങ്ങളായി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ 5 ഗെയിമുകളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓരോ ഗെയിമും ഓരോ രീതിയിൽ തന്നെ ഭീഷണികളിൽ തുളുമ്പിയതും അപകടകരവുമായതാണ്. ആദ്യമായി പറയേണ്ടത് ചാർലി ചലഞ്ച് എന്ന ഗെയിമിനെ കുറിച്ചാണ്. കണ്ടതൊക്കെ പെട്ടെന്ന് നടത്താവുന്ന ഗെയിമായിരിക്കും. ഒരു വെളുത്ത പേപ്പറിൽ 2 വരകൾ വരച്ച് 4 ഭാഗങ്ങൾ ഉണ്ടാക്കുന്നു. അതിൽ യെസ് നോ എന്നെഴുതുന്നു. പിന്നെ 2 പെൻസിലുകൾ ക്രോസ് ആക്കി അതിനു മുകളിലിട്ട് ചാർലി ക്യാൻ വി പ്ലേ എന്ന ചോദ്യം ഉച്ചരിക്കുന്നു. അതിനുശേഷം പെൻസിൽ ചലിക്കുന്നുവോ എന്നത് നിരീക്ഷിക്കണം. യെസ് എന്ന ഭാഗത്തേക്ക് പെൻസിൽ നീങ്ങിയാൽ ഗെയിം തുടരും. നോ എന്ന് വന്നാൽ ഗെയിം അടിയന്തരമായി നിർത്തണം. ഈ ഗെയിമിന്റെ പശ്ചാത്തലത്തിൽ ഒരാത്മാവിനെ വിളിച്ചു വരുത്തുന്നു എന്നതാണ് വിശ്വാസം. അതിൽ നിന്ന് കുറെ പേർക്ക് 1000 അനുഭവങ്ങൾ ഉണ്ടായി. അലഹാരങ്ങളോ അപ്രതീക്ഷിതമായി ഇളകുന്ന വസ്തുക്കളോ ഉറക്കത്തിനിടയിൽ അന്യനിൽ പോലുള്ള അനുഭവങ്ങളോ പലർക്കും ഈ ഗെയിമിന്റെ ഫലമായി ഏറെ മാനസിക തളർച്ച അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഗെയിം സുജീറ ദ ഫോർച്യൂൺ ഗെയിം എന്ന ജാപ്പനീസ് അതിഭയാനക കളിയാകുന്നു. ഭാവി അറിയാനുള്ള താല്പര്യത്തിൽ നിന്ന് ആരംഭിച്ച ഈ ഗെയിം ഒടുവിൽ ഒരു ഭൂതങ്ങളെ ക്ഷണിക്കുന്നതായാണ് പറയപ്പെടുന്നത്. ഗെയിം കളിക്കാനായി ഒരാളില്ലാത്ത തെരുവിലേക്ക് പോകണം. കയ്യിലൊരു ചീപ്പെടുത്ത് മുഖത്തിന് മുൻപായി പിടിച്ചു നിൽക്കണം. ഒരാൾ കടന്നു പോകുമ്പോൾ സുജീറ ഗ്രാൻഡ് മി എ ട്രൂ റെസ്പോൺസ് എന്ന വാചകം ഉച്ചരിക്കണം. പലരും മനസ്സിലാകാതെ കടന്നുപോകും. പക്ഷെ അവസാനമായി എത്തുന്ന ആൾ അതൊരു മനുഷ്യനായിരിക്കണമെന്നില്ല. എന്നാൽ അതൊരു നേരിയ മറുപടി മാത്രമായിരിക്കില്ല. ചിലർ അതിന്റെ ഫലമായി ആഴത്തിലുള്ള മാനസിക ആശങ്ക അനുഭവിക്കുകയും ഒടുവിൽ അവരുടെ ജീവിതം തന്നെ തെറ്റിപ്പോകുകയുമായിരുന്നു. ആളല്ലാത്ത ആരോ നമ്മളോട് പ്രതികരിക്കുന്നു എന്നതിൽ ഉള്ള ഭീഷണി മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ ഗെയിം മിഡ്നൈറ്റ് ഗെയിം ഒരുപാട് ആളുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള അതീവ രഹസ്യഗതമായ ഒന്നാണ്. 10 മണിക്ക് ശേഷം ആരംഭിക്കേണ്ട ഈ ഗെയിമിൽ ഓരോ വ്യക്തിയും തന്റെ പേരെഴുതിയ പേപ്പറിൽ രക്തത്തിന്റെ കറ പതിപ്പിച്ച് ഒരു മെഴുകുതിരിക്ക് സമീപം വെക്കണം. ശേഷം ആ കൃത്യസമയത്ത് അർദ്ധരാത്രിയിൽ കതക് 22 തവണ മുട്ടണം. 22ാമത്തേത് അർദ്ധരാത്രിക്ക് കൃത്യമായി ആകണം. പിന്നെ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് മുറിയിൽ ചുറ്റി നടക്കണം. തിരി കെട്ടുപോയാൽ 10 സെക്കൻഡിനുള്ളിൽ തന്നെ വീണ്ടും കത്തിക്കണം. അല്ലെങ്കിൽ ഉപ്പുകൊണ്ട് വൃത്തം വരച്ച് അതിന്റെ ഉള്ളിൽ നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. വെളുപ്പിനെ 3:33 വരെയാണ് ഗെയിം നീളുന്നത്. ഈ സമയം മുഴുവനും കളിക്കാർ ഒരേ മുറിയിൽ ഇരുട്ടിലിരിക്കുക. ചിലർ അങ്ങനെ ഇരിക്കുമ്പോൾ ആന്തരികമായ ഭീതികൾ അനുഭവിച്ചിട്ടുണ്ട്. മറ്റാരെങ്കിലും ചുറ്റിലുണ്ടെന്ന തോന്നൽ, ശബ്ദങ്ങൾ, തൊട്ടുപോകുന്ന പോലുള്ള വിചിത്രതകൾ ഈ ഗെയിമിന് മിഡ്നൈറ്റ് മാൻ എന്ന അതിമനുഷ്യൻ സാന്നിധ്യമായി പറയപ്പെടുന്നു. പലരും പിന്നീട് ആ മനസ്സിനിടയിൽ നിന്ന് പുറത്തു കടന്നു. ചിലരുടെ ജീവിതം തന്നെ ആ രാത്രിയിൽ അവസാനിച്ചു. 4ാമത്തേത് ഹൈഡ് ആൻഡ് സീക്ക് കളിയുടെ പാരാനോർമൽ പതിപ്പാണ്. അതായത് ഒറ്റയ്ക്കുള്ള ഹൈഡ് ആൻഡ് സീക്ക്. ഇവിടെ നിങ്ങൾക്ക് മാത്രം പങ്കെടുത്ത് പക്ഷെ മറ്റു ലോകത്തുള്ള ആരുമായോ ആ വ്യക്തിയുമായോ ഒളിച്ചു പിടിക്കേണ്ടി വരുന്നു. ആദ്യം ഒരു പാവയെ എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള കപ്പാസുകൾ നീക്കം ചെയ്ത് നിങ്ങളുടെ രക്തം, നഖം എന്നിവ അതിലിടണം. പാവയ്ക്ക് ഒരു പേരും നൽകണം. പിന്നീട് ജലം നിറച്ച ടബിലിട്ട് രാവിലെ 3 മണിക്ക് ഇറ്റ്സ് യുവർ ടേൺ എന്നൊപ്പം അവനെ വെച്ച് നിങ്ങൾ ഒളിക്കാൻ പോകണം. പിന്നീട് പ്രതീക്ഷിക്കേണ്ടത് ആ പാവയുടെ നില മാറിയിട്ടുള്ള അനുഭവം, മുറിയിൽ നിന്ന് ആരോ ഓടുന്നത് പോലുള്ള ശബ്ദം, അലറൽ, ചിരികൾ എന്നിവയാകാം. പലരും അതിനുശേഷം ഉറക്കത്തിലാവാതെ പോവുകയും നിശ്ചലത അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ ഗെയിം 4 മണിക്ക് തന്നെ അവസാനിപ്പിക്കണം. അതാണ് ഇതിലെ പ്രധാനമായ നിയമം. അതിനുശേഷം ആ ആത്മാവ് നിൽക്കില്ലെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്നും ചിലർ വിശ്വസിക്കുന്നു. അവസാനമായി പറയേണ്ടത് ഡ്രൈ ബോൺസ് എന്ന ഗെയിമിനെ കുറിച്ചാണ്. ഏറ്റവും അപകടകരമായ ഈ ഗെയിമിൽ അതിവിശേഷ സാന്നിധ്യങ്ങളോട് നേരിട്ടിടപെടുകയാണ് നടക്കുന്നത്. വീടിന്റെ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് കണ്ണാടിയുടെ മുന്നിൽ തീപ്പെട്ടി കത്തിച്ച് നിങ്ങളുടെ പ്രതിബിംബം ഉറപ്പാക്കുക. പിന്നീട് പറയുക, ഐ ആം അവെയർ ഓഫ് യുവർ പ്രസൻസ് ആൻഡ് ഐ വെൽക്കം യു ഇൻ ടു മൈ ഹോം, കം നൗ.
അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ വലിയ മുറിയിലേക്ക് ഒളിച്ചു പോകുക. നിങ്ങൾക്കൊരിക്കൽ ആരോ പിറകിലൂടെയോ മറ്റെവിടെയായാലും തിരയുന്നുണ്ടെന്ന തോന്നലുണ്ടാകാം. ചിലർ ചിരികളും അട്ടഹാസങ്ങളുമാണ് അനുഭവിച്ചതെന്ന് പറയുന്നു. 3 മണിവരെ ഒളിച്ചിരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾ പറയുന്ന ആഗ്രഹം സാക്ഷാത്കരിക്കുമെന്ന വിശ്വാസം. എന്നാൽ അതിനുള്ള വില ചിലപ്പോൾ ജീവിതമായി മാറും. ഗെയിം സമയത്ത് പിടിക്കപ്പെട്ടവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആരും പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല. ഈ 5 ഗെയിമുകളും ഓരോന്നിന്റെയും ഭീഷണിയും അതിന്റെ ഫലവും അത്ര ലഘുവല്ല. ചിലത് മനസ്സിന്റെ ഭ്രമം മാത്രമായിരിക്കും, പക്ഷെ ചിലത് അതിനേക്കാൾ അകത്തേക്ക് കയറുന്ന അനുഭവങ്ങളായിരിക്കാം. ആത്മീയ ലോകത്തെ വിടർച്ചകൾ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഓരോ ഗെയിമും അതിന്റെ പേര് കേൾക്കുമ്പോൾ പോലും ചിലർ പേടിയോടെ നോക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം ആ വ്യക്തിയുടേതാണ്. പക്ഷേ യാതൊരു റിസ്ക്കുമില്ലാതെ മാത്രം കളിക്കാൻ കഴിയുന്ന ഗെയിമുകളല്ല ഇവ. പലരുടെയും ജീവിതത്തിൽ ഈ ഗെയിമുകൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ പിന്നിടാനാവാത്ത വിധം ആകുകയായിരുന്നു. ഈ ഗെയിമുകൾക്കൊടുവിൽ കിട്ടിയ അനുഭവങ്ങൾ അവരുടെ മനസ്സിൽ നിലനിന്നു. ചിലർ അത് മറന്നുപോകാൻ ശ്രമിച്ചു, ചിലർ ഒരിക്കലും പുറത്തു വരാനാവാതെ പോയി. അതുകൊണ്ട് തന്നെ അതിനോടുള്ള സമീപനം ഹൃദയത്തിൽ പേടിയോടെ അതിന്റെ ഭീഷണി മനസ്സിലാക്കി മാത്രം ആകണം.